എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിളിലെ വളരെ കൗതുകകരമായ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാഴ്ചയിൽ ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. ചോദ്യമിതാണ്: ബൈബിളിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ യേശുവിനെ പരാക്രമിയായ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സർവശക്തനായ ദൈവം എന്ന് പറയുന്നില്ല? ഇതൊരു വലിയ ചോദ്യം തന്നെയല്ലേ? ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നോക്കൂ, ഇത് വെറും വാക്കുകളുടെ ഒരു കളിയല്ല കേട്ടോ. ദൈവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ രഹസ്യത്തിന്റെ താക്കോലാണ് ഈ ചെറിയ വ്യത്യാസം. അപ്പോൾ ബൈബിൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സർവശക്തനായ ദൈവമെന്ന് പറയുന്നുണ്ട്. എന്നാൽ യേശുവിനെക്കുറിച്ച് യെശയ്യാവ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് പരാക്രമിയായ ദൈവം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, എന്താണ് ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഈ ഒരു സംശയം തീർക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. പരാക്രമി, സർവശക്തൻ, ഇവ തമ്മിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം? പരാക്രമി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം: ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലെ ഏറ്റവും കേമൻ. ഒരു ഉദാഹരണത്തിന് ബോക്സിംഗിലെ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ. ആ ഒരു വിഭാഗത്തിൽ അയാളെ വെല്ലാൻ വേറെ ആരുമില്ല. അയാൾ ആ വിഭാഗത്തിലെ പരാക്രമിയാണ്. എന്നാൽ സർവശക്തൻ അങ്ങനെയല്ല. അത് എല്ലാ വിഭാഗങ്ങളിലെയും ഒന്നാമനാണ്. ഹെവി വെയ്റ്റിലും ലൈറ്റ് വെയ്റ്റിലും ഫെദർ വെയ്റ്റിലും എല്ലാറ്റിലും ഒന്നാമൻ. അതായത് പിന്നെ അവിടെ വേറെ ചോദ്യമില്ല, തർക്കമില്ല. എല്ലാറ്റിനും മീതെയുള്ള തർക്കമില്ലാത്ത ചാമ്പ്യൻ. ഈ ആശയം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിലെ പരാക്രമം എന്ന ആശയം കൂടുതൽ വ്യക്തമാക്കാൻ ബൈബിളിൽ തന്നെ ഒരു കിടിലൻ ഉദാഹരണമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടത്തെ പോയിന്റ്. സിംഹം മൃഗങ്ങളുടെ ഇടയിൽ ഒരു രാജാവാണ്, ഒരു പരാക്രമിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആ ശക്തി മൃഗലോകത്തൊതുങ്ങുന്നു. ഒരു മനുഷ്യനോടോ അല്ലെങ്കിൽ ഒരു ദൂതനോടോ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ശക്തിക്കൊരു പരിധിയുണ്ട്, ഒരു കാറ്റഗറിയുണ്ട്. ശരി, അപ്പോൾ ഈ ഒരു വിഭാഗത്തിലെ മികച്ചവൻ എന്ന ആശയം ഇത് ബൈബിളിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഒന്നാണ്. പലയിടത്തും ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, ബൈബിളിൽ മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളെ പരാക്രമികളായ യോദ്ധാക്കൾ എന്ന് വിളിക്കുന്നു. ദൂതന്മാരുടെ ഇടയിലെ ശക്തരെ പരാക്രമികളായ ദൂതന്മാർ എന്നു പറയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ വീര്യപ്രവൃത്തികൾ എന്നും പറയുന്നു. അതായത് ഓരോ വിഭാഗത്തിലെയും ഏറ്റവും മികച്ചതിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ശരി, ഇനി നമുക്ക് യേശുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെയാണ് കേട്ടോ ഈ ആശയം ശരിക്കും അങ്ങ് കത്തുന്നത്. കാരണം ബൈബിൾ പറയുന്നത് യേശു ഏതെങ്കിലും ഒന്നിൽ മാത്രമല്ല പരാക്രമിയെന്നാണ്. പകരം ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഒന്നാമനാണ്. യോദ്ധാക്കളുടെ ഇടയിൽ അവിടുന്ന് പരാക്രമി, പ്രവൃത്തികളുടെ കൂട്ടത്തിൽ അവിടുത്തെ പ്രവൃത്തികൾ പരാക്രമി. എല്ലാ നാമങ്ങൾക്കും മുകളിലാണ് അവിടുത്തെ നാമം. എന്തിന്? ദൂതന്മാരുടെ ഇടയിലും അവിടുന്ന് ഒന്നാമനാണ്. ഈ ഒരു സങ്കീർത്തനം നോക്കൂ, ഇത് സംഭവം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു തരും. സ്വർഗ്ഗത്തിലെ ഏറ്റവും ശക്തരായവരെ എടുത്താലും യഹോവയോട് താരതമ്യം ചെയ്യാൻ ആരുണ്ട്? ചോദ്യം ചോദിക്കുകയാണ്, ഉത്തരം വ്യക്തമാണ്: ആരുമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതെന്താണ്? യേശു ഓരോ മേഖലയിലും ഓരോ വിഭാഗത്തിലും ഏറ്റവും ശക്തനാണെന്ന് ബൈബിൾ അടിവരയിട്ട് പറയുന്നു. ഇതെല്ലാം കൂടി നമ്മളെ ഒരു വലിയ നിഗമനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരാൾ യുദ്ധത്തിൽ ഏറ്റവും മികച്ചവൻ, ശക്തിയിൽ ഏറ്റവും മികച്ചവൻ, നാമത്തിൽ ഏറ്റവും മികച്ചവൻ, ദൂതന്മാരെക്കാൾ ശക്തൻ, അങ്ങനെ എല്ലാറ്റിലും ഒന്നാമനാണെങ്കിൽ അപ്പോൾ പിന്നെ ആരാണ് ആ വ്യക്തി? നമ്മുടെ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ സംശയത്തിന് അപ്പോസ്തലനായ പൗലോസ് ഒരു സംശയവുമില്ലാത്ത ഒരു മറുപടി തരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? പരാക്രമിയായ ദൈവം എന്ന് യെശയ്യാവ് പറഞ്ഞത് യേശുവിനെ ചെറുതാക്കാനല്ല, നേരെ മറിച്ച് അതൊരു ബിൽഡിംഗ് ബ്ലോക്കായിരുന്നു. ഓരോ വിഭാഗത്തിലും അവിടുന്ന് പരാക്രമിയാണെന്ന് സ്ഥാപിക്കുന്നതിലൂടെ അവിടുന്ന് എല്ലാറ്റിനും മീതെയുള്ള സർവശക്തനായ ദൈവമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വാക്കിലൂടെയുള്ള യാത്ര നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരുപക്ഷേ യേശുവിന്റെ മഹത്വം ഒറ്റയടിക്ക് സർവശക്തൻ എന്ന് പറയുന്നതിനേക്കാൾ അവിടുന്ന് എങ്ങനെ സർവശക്തനായി എന്ന് ഓരോന്നോരോന്നായി കാണിച്ചു തരികയായിരിക്കും ബൈബിൾ ചെയ്യുന്നത്. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം. അതുവരെ ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.